എന്തോ ഒരു ചൂടാണ്. എന്താടാ? പിന്നെ കോളേജിൽ എല്ലാരും ടൂർ പോകുന്നുണ്ട്, എനിക്കും പോണമെന്നുണ്ട്. അപ്പൊ ഒരു 3000 റുപ്യ വരും. ഇതിലിപ്പോ 1000 റുപ്യ ഉണ്ട്. ഞാൻ കറണ്ട് ബില്ല് കെട്ടാൻ വെച്ചിരുന്നു. ഇതിപ്പോ തൽക്കാലം വെച്ചോ. ഞാനൊരു കാര്യം ചെയ്യാം, ബാക്കി പൈസ നമ്മുടെ ചങ്ങായിമാരേക്ക് ഒന്ന് വൈകുന്നേരത്ത് വാങ്ങിട്ട് തരാം. അച്ഛൻ കറണ്ട് ബില്ല് അടച്ചില്ലേ? അതൊന്ന് വൈകുന്നേരം ഇറക്കാം. ഞാൻ പിള്ള കാര്യം നമ്മളെ മോനിന് ടൂർ പോകണം എന്ന് പറഞ്ഞ് കൊടുത്തു. ഞാൻ ചങ്ങായിമാരെയൊക്കെ ഒന്ന് ചോദിച്ചിട്ടുണ്ട്, അത് കിട്ടിയാൽ നമുക്ക് അടക്കാം. എന്തൊക്കെയാ വർത്താനം? എന്താ അങ്ങനെയൊക്കെ പോകുന്നു? സുഖല്ലേ? സുഖം. ഞാൻ ഇപ്പൊ എന്നെ കാണാൻ നിൽക്കുന്നു. എനിക്കിപ്പോ കറണ്ട് ബില്ല് അടക്കാനുണ്ട്. ഞാൻ എൻ്റെ ഒക്കെ ഉണ്ടാകുന്ന കാര്യമാണെങ്കിൽ ചെറുക്കന് ടൂർ പോകണം എന്ന് പറഞ്ഞിട്ടും കൊടുത്തു. ഇപ്പൊ മൂത്തമാൻ വന്നിട്ട് കറണ്ടിന്റെ ഫീസ് വരെ ആള് വന്ന് പോകാനാണ് പറയുന്നത്. ഞമ്മക്ക് ആകെ ബുദ്ധിമുട്ടാണ്. എന്തേലും പൈസ ഒന്ന് സഹായിക്കണം, അല്ലെങ്കിൽ ഇന്നത്തെ മോന്തിക്ക് ലേറ്റ് എത്തൂല. ഞാൻ ഇപ്പൊ നമ്മളെ ഇതൊന്നും കുട്ടികളെ അറിയിക്കാറില്ല. നമ്മള് ജീവിച്ചമാരല്ലല്ലോ, ഓരോ അടിച്ചു പൊളിച്ച് ജീവിക്കട്ടെ. നമ്മളെ കാലം ഒന്നല്ലല്ലോ ഇപ്പോഴത്തെ കാലം. ഇന്നിപ്പോ എന്റെ മകനിപ്പോ ഞാൻ പൈസ കൊടുത്തില്ല പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ എല്ലാം കുട്ടികൾ തോന്നിച്ചാവുക. അങ്ങനത്തെ കാലം, സഹിക്കാൻ പറ്റാത്ത കാലം അങ്ങനെ കുട്ടികൾക്കൊക്കെ. അതുകൊണ്ട് ജന്തലൊക്കെ കായ് വന്നിട്ട് സഹായിക്കണം. അതിനപ്പൊ ഈ ഇറങ്ങാറാണ്. കുട്ടികളുടെ കാര്യങ്ങൾ നടക്കട്ടെ. അതിനല്ലേ നമ്മളെ ചങ്ങായിമാർ സുഹൃത്തുക്കൾ എന്നൊക്കെ പറയുന്നത്. കേട്ടോ? ശരി, ഞാൻ ചെറിയ അർജന്റ് ഉണ്ട്, ഞാൻ പോവാ. ശരിയോ? അമ്മേ, ഞാൻ അച്ഛനോട് ടൂർ പോവാൻ 3000 റുപ്യ ചോദിച്ചതാണ്. അച്ഛൻ 1000 റുപ്യ തന്നിട്ടുള്ളൂ. ഇനിയിപ്പോ എന്റെ ടൂർ കൂടി ക്യാൻസൽ ആയിപ്പോ. അല്ലെങ്കിൽ എന്ത് കാര്യത്തിന് അമ്മ അച്ഛൻ പൈസ തരില്ലേ? ആ വർക്ക്ഷോപ്പിൽ വണ്ടി കൊണ്ടിട്ട് 10 ദിവസമായി. എനിക്ക് ആ ഭാഗത്ത് കൂടെ പോകാൻ പറ്റില്ല. കൊണ്ടുപോകില്ലേ? ഞാൻ എവിടുന്ന പൈസ വെച്ചു കൊടുക്കണത്? എൻ്റെ അടുത്ത് അതിനുള്ള പൈസ ഒന്നുമില്ല. അച്ഛനോട് പൈസ വെച്ചാൽ തരികയില്ല. ഞാൻ അതൊക്കെ പോട്ടെ, അച്ഛനൊരു നല്ല ഡ്രസ്സ് ഇട്ടിൽ നടന്നൂടെ? അതെങ്കിലും അന്ന് അമ്മയ്ക്ക് പറഞ്ഞൂടെ? അച്ഛന് പെങ്ങൾ ചോദിച്ചാൽ എവിടുന്നെങ്കിലും പൈസ ഉണ്ടാക്കി കൊടുക്കും. ഞാനും ചെക്കനും ചോദിച്ചാൽ പൈസയേ ഉണ്ടാവില്ല. എല്ലായിടത്തും ഉണ്ട് അച്ഛന്മാർ. ഇങ്ങനെ അച്ഛനെ ഞാൻ കണ്ടിട്ടില്ല. ഷെരീഫേ, കേറിയവാ. മുണ്ടണ്ട. ഈ ജീവിതത്തിൽ ഉണ്ടാക്കിയ എന്റെ ലാഭങ്ങൾ ഞാനൊന്ന് കേക്കട്ടെ. അച്ഛനിപ്പോ ചായ കൊടുത്തൊക്കെ ഞാൻ കേട്ടു. ഇവിടെ വന്ന അനക്കതെന്താന്ന് മനസ്സിലായോ? അത് ക്ലോക്കല്ലേ? ഇപ്പൊ എത്ര സമയം? 10:21. അതെങ്ങനെ എനിക്ക് മനസ്സിലായി? ശരിവാക്കോ, മണിക്കൂർ സൂചി 10-ലും മിനിറ്റ് സൂചി 21-ലും. എന്നാലേ ഈ 2 സൂചിന്റെ ഇടയിലും ഒരു സെക്കൻഡ് സൂചി ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കണ്ടേ? അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല. എന്നാ അതാണ് നിന്റെ അച്ഛൻ. നിന്റെ അച്ഛൻ എന്നല്ല, ലോകം മുഴുവനുള്ള അച്ഛന്മാരും.